ഹായ്, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നെറ്റ് പ്രസന്റ് വാല്യൂ NPV ആണ്. NPV വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കേസാണ്. CMA ഇന്ററിനും ഫൈനലിലും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് നെറ്റ് പ്രസന്റ് വാല്യൂ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൃത്യമായി ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്തായിരുന്നാലും അപ്ഡേറ്റഡ് മെറ്റീരിയൽ ഇല്ലുസ്ട്രേഷൻ 11 പേജ് നമ്പർ 487 ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മൾ തൊട്ട് മുന്നേ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻക്രിമെന്റൽ ക്യാഷ് ഇൻഫ്ലോ. അപ്പൊ ഇത് നമുക്ക് കുറച്ച് ശകലം വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. വേറൊരു PV ഫാക്ടർ ഒക്കെ വെച്ചിട്ട് നമുക്ക് ക്യാഷ് ഇൻഫ്ലോ കമ്പ്യൂട്ട് ചെയ്യുന്ന ഒരു കേസ്. ക്വസ്റ്റ്യൻ ഞാൻ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം. Tektronix Limited, an existing company, is considering a new project for manufacture of pocket video games involving a capital expenditure of 600 lakhs and working capital of 150 lakhs. The capacity of the plant is for an annual production of 12 lakh unit and the capacity utilization during the 6 years working life of the project is estimated to be as indicated below. Okay. ടെക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഒരു പോക്കറ്റ് ഗെയിം ഡെവലപ്പേഴ്സ് ആണ്. ഇവര് പോക്കറ്റ് ഗെയിം എന്ന് പറയുന്ന ഒരു സംഗതി ഇൻസ്ട്രുമെന്റ് ഒന്ന് അവർക്ക് ഡെവലപ്പ് ചെയ്യാൻ പോവാണ് ഇലക്ട്രോണിക് ആയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് പുതിയൊരു വലിയൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേക്കിംഗ് എക്സ്പെൻഡിച്ചർ ഓൺ ഫിക്സഡ് അസറ്റ് ആണ്. അപ്പൊ ക്യാപിറ്റൽ അസറ്റ് പർച്ചേസ് ചെയ്യുന്നു. 600 ലാക്സ് ആണ് അതിന്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത്. പ്ലസ് വർക്കിംഗ് ക്യാപിറ്റൽ ആയിട്ടുള്ള 150 ലാക്സ് നമുക്ക് അവിടെ വേണം. അങ്ങനെ ഇനിഷ്യൽ ഔട്ട്ഫ്ലോ, ക്യാഷിന്റെ ഇനിഷ്യൽ ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 600 ലാക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റും 150 ലാക്സ് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ആവശ്യമുണ്ട്. ദെൻ ദ കപ്പാസിറ്റി ഓഫ് ദ പ്ലാൻ ഫോർ ആൻ ആനുവൽ പ്രൊഡക്ഷൻ ഈസ് 12 ലാക്ക് യൂണിറ്റ്. ഇവര് ഇങ്ങനെ 600 ലാക്ക് ക്യാപിറ്റൽ ബഡ്ജറ്റ് എക്സ്പെൻഡിച്ചറും 150 വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന പ്ലാന്റിന്റെ ആനുവൽ കപ്പാസിറ്റി ഒരു വർഷം 12 ലക്ഷം യൂണിറ്റ്, 12 ലാക്ക് യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്താനുള്ള, പോക്കറ്റ് ഗെയിംസ് പ്രൊഡക്ഷൻ നടത്താനുള്ള കപ്പാസിറ്റി ആണ് ഈ പ്ലാന്റിനുള്ളത്. ആൻഡ് കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ ഡ്യൂറിംഗ് ദ 6 വർക്കിംഗ് ലൈഫ്. എന്റെ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് 6 ഇയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ 6 വർഷം ഈ ഒരു പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്ടിലൈസ് ചെയ്യുന്ന കപ്പാസിറ്റിയുടെ പെർസെന്റേജ് ആണ് താഴെ തന്നിരിക്കുന്ന 33. ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ കപ്പാസിറ്റിയുടെ 33.33%, സെക്കൻഡ് ഇയറിൽ 66.66%, തേർഡ് ഇയർ 90%, ഫോർത്ത് ആൻഡ് ഫിഫ്ത്ത് ആൻഡ് സിക്സ്ത് ഇയറിൽ 100% കപ്പാസിറ്റി, ദാറ്റ് ഈസ് 12 ലാക്ക് യൂണിറ്റ്സിന്റെ പ്രൊഡക്ഷൻ അവർ നടത്തുന്നു, കമ്പനി നടത്തും. ദെൻ ആവറേജ് പ്രൈസ് പെർ യൂണിറ്റ് ഓഫ് പ്രോഡക്റ്റ് ഈസ് എക്സ്പെക്ടഡ് ടു ബി 200, നെറ്റിംഗ് എ കോൺട്രിബ്യൂഷൻ ഓഫ് 40%. ഓക്കെ, ഇവിടെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 200 ആണ്. അതിന്റെ 40% അതിൽ നിന്ന് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. നമുക്കറിയാം കോൺട്രിബ്യൂഷൻ ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ്. അപ്പം സെല്ലിംഗ് പ്രൈസ് ആയ 200ന്റെ 40% എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നത് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അപ്പൊ ബാക്കി 60% എന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. ദർ ഈസ് എ വേരിയബിൾ കോസ്റ്റ് റിലേഷൻ ദർ. ആനുവൽ ഫിക്സഡ് കോസ്റ്റ് എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ. പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഫിക്സഡ് കോസ്റ്റ് ആണ്. അപ്പോൾ ആ ഒരു പ്ലാനിന്റെ ഫിക്സഡ് കോസ്റ്റ് ഒഴികെയുള്ള ഫിക്സഡ് കോസ്റ്റ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. പ്ലാന്റിന്റെ ഡിപ്രീസിയേഷൻ ഒഴികെയുള്ള ഫിക്സഡ് കോസ്റ്റ് അവിടെ തന്നിട്ടുണ്ട്. ഈസ് എസ്റ്റിമേറ്റഡ് ടു ബി 480 lakhs per annum ഫ്രം ദ തേർഡ് ഇയർ ഓൺവേർഡ്സ്. തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ, സിക്സ്ത് ഇയർ, അതാണ് തേർഡ് ഇയർ ഓൺവേർഡ്സ്. ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെ കാര്യം ആദ്യം പറഞ്ഞില്ല അവര്. ഡിപ്രീസിയേഷൻ ഒഴികെയുള്ള തേർഡ് ഇയർ മുതൽ തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ, സിക്സ്ത് ഇയറിലോട്ടേക്കുള്ള ഫിക്സഡ് കോസ്റ്റിന്റെ ഡീറ്റെയിൽസ് ആണ് അവിടെ 480 lakhs എന്ന് പറഞ്ഞ് തന്നിരിക്കുന്ന പെർ ആനം. ദെൻ ഇറ്റ് വുഡ് ബി 240 lakhs ആൻഡ് 360 lakhs റെസ്പെക്റ്റീവ്ലി ഇൻ കേസ് ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 240 lakhs 360 lakhs ആണ് ഫിക്സഡ് കോസ്റ്റ് വരുന്നത് എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ. ദെൻ ദ ആവറേജ് റേറ്റ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ടാക്സ് പർപ്പസസ് എന്ന് പറയുന്നത് 33.33% ഓൺ ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റിന്റെ 33.33% ആണ് എന്തെന്ന് പറയുന്നത് അവിടുത്തെ പെർ ഇയർ ഡിപ്രീസിയേഷൻ വരുന്നത്. നോ അതർ ടാക്സ് റിലീഫ്സ് ആർ ആന്റിസിപ്പേറ്റഡ്. ദ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് മേ ബി ടേക്കൺ അറ്റ് 50%. ഓക്കെ, വേറെ ടാക്സ് റിലീഫിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. ദെൻ അവിടെ ഒരു ഇൻകം ടാക്സിന്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരു 50% ആണ് ഇൻകം ടാക്സിന്റെ റേറ്റ് വരുന്നത്. At the end of the third year, an additional investment of 100 lakhs would be required for working capital. ഈ ഒരു പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 600 lakhന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് ഇൻവെസ്റ്റിംഗ് ഓൺ ഫിക്സഡ് അസറ്റും 150 lakhsന്റെ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റും ഉണ്ട്.
അങ്ങനെ അവർ പ്രൊഡക്ഷൻ നടത്തി കഴിയുമ്പോൾ ഒരു 100 lakhsന്റെ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് തേർഡ് ഇയറിന്റെ എൻഡിൽ അവർക്ക് ഒരു റിക്വയർമെന്റ് ഉണ്ട് പ്രൊഡക്ഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ദെൻ the company, without taking into account the effects of the financial leverage, has targeted for a rate of return of 15%. അവരുടെ എക്സ്പെക്റ്റഡ് റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് ERR എന്ന് പറയുന്നത് 15% ആണ്. Then you are required to indicate whether the proposal is viable, giving your working notes as analysis. Okay, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം അനാലിസിസ് നടത്തിയിട്ട് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡിൽ ഇത് ഫീസിബിൾ ആയിട്ടുള്ള വയബിൾ ആയിട്ടുള്ള ഒരു പ്രപ്പോസൽ ആണോ അല്ലയോ നമുക്ക് എന്ത് ചെയ്യണം, ഡിസിഷൻ പറയണം. ടെർമിനൽ വാല്യൂ ഫോർ ദ ഫിക്സഡ് അസറ്റ് മേ ബി ടേക്കൺ അറ്റ് 10% ആൻഡ് ഫോർ ദ കറണ്ട് അസറ്റ് അറ്റ് 100%. ഓക്കെ, കറണ്ട് അസറ്റിന് 100% ടെർമിനൽ വാല്യൂ ഉണ്ട്, ഫിക്സഡ് അസറ്റിന് 10% ഉണ്ട്. അതായത് ഈ പറഞ്ഞിരിക്കുന്ന നമ്മൾ ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയ 600 lakhsന്റെ 10% ആയിരിക്കും നമുക്ക് ഈ 6 years യൂട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സ്പെൻഡ് കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ഫ്രം ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. Then calculation may be rounded off to lakhs of rupees. For the purpose of your calculation, the recent amendments to tax laws with regards to charge may be ignored. നമുക്ക് ഈ കമ്പ്യൂട്ടേഷന് വേണ്ടിയിട്ട് പുതിയ ടാക്സിന്റെ അമെന്റ്മെന്റും കാര്യങ്ങളൊന്നും വേണ്ട. അവർ ഉദ്ദേശിച്ചിരിക്കുന്ന ഈ ക്വസ്റ്റിൽ എന്താണോ ടാക്സ് റേറ്റ് തന്നിരിക്കുന്നത് അത് വെച്ചിട്ട് ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പം പ്രത്യേകിച്ച് ഒരു ഇന്ന രീതിയിൽ ചെയ്യുക അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് നെറ്റ് പ്രസന്റ് വാല്യൂ മെത്തേഡിലാണ് ഒരു പ്രോബ്ലം നമുക്ക് കമ്പ്യൂട്ട് ചെയ്ത് തീർക്കേണ്ടത്. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂവിൽ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലം ഡിസ്കസ് ചെയ്തു, പാർട്ട് 4 നമ്മൾ ചെയ്തായിരുന്നു ഫുൾ ക്വസ്റ്റ്യൻ. അതിന്റെ സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ടെർമിനൽ ഓർ സാൽവേജ് വാല്യൂ ക്യാഷ് ഇൻഫ്ലോ. സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് ക്യാഷ് ഔട്ട്ഫ്ലോ. അത് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊജക്ട് അക്സെപ്റ്റ് ചെയ്യണം, നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് റിജക്ട് ചെയ്യണം. ഇല്ല ഈക്വൽ ടു സീറോ എന്നാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. മേ ഓർ മേ നോട്ട് ബി അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ് ആണ് എന്നാണ് നമ്മുടെ ഡിസിഷൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരുന്നാലും ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എപ്പോഴും ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഒരു ലെങ്തി ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു ആവറേജ് ലെങ്തി ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും. നമ്മൾ അതിനെ കൃത്യമായി റീഡ് ചെയ്ത് ഈ നെറ്റ് പ്രസന്റ് വാല്യൂന്റെ കൺസെപ്റ്റ് മൈൻഡിൽ വെച്ചതിന് ശേഷം അത് റീഡ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഏരിയയിൽ ഏതൊക്കെ നമുക്ക് എടുക്കാം നമുക്ക് ഐഡിയ കിട്ടും. അത് വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ കേസ് നമുക്ക് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് initial cash outflow. Present value of initial cash outflow. Okay, then 600 rupees investment on fixed asset ഉണ്ട്. Investment on fixed asset or capital expenditure 600 lakhs നമ്മൾ മുടക്കി കഴിഞ്ഞാൽ നമുക്ക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പ്ലാന്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ കമ്പനിയിൽ. ദെൻ അടുത്ത് വരുന്നത് കോസ്റ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് അറ്റ് T0 on 50 lakhs. ഓക്കെ, അപ്പം വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഫിക്സഡ് അസറ്റിൽ ഇൻവെസ്റ്റ്മെന്റ് വേണം, വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് വേണം. ഫിക്സഡ് അസറ്റിൽ 600 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പർട്ടിക്കുലർ പ്ലാന്റ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. വർക്കിംഗ് ക്യാപിറ്റലിൽ 150 lakhs ഇൻവെസ്റ്റ്മെന്റോടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. വർക്കിംഗ് ക്യാപിറ്റൽ വേണം, കാരണം മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ആ 150 lakhsന്റെ ഇൻവെസ്റ്റ്മെന്റ് വർക്കിംഗ് ക്യാപിറ്റൽ വേണം. ദെൻ നമുക്ക് വരുന്നത് ഇപ്പൊ ടോട്ടൽ 750 lakhsന്റെ ഇനിഷ്യൽ ക്യാഷ് ഔട്ട്ഫ്ലോ ആയി. ഓക്കെ,
അപ്പം ഇനി നമുക്ക് വരുന്നത് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും പോവാം. പക്ഷെ തേർഡ് ഇയറിന്റെ അവസാനത്തിൽ നമുക്ക് അവിടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 lakhs അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെന്റ് ഉണ്ട്. ഇതിപ്പോ ഈ ഒരു ടൈമിൽ നമുക്ക് T0 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാം. ഞാൻ ഓൾറെഡി നമുക്ക് പറഞ്ഞായിരുന്നു, 0 ടൈമിലാണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ ഈ 0 ടൈമിലാണ് നമുക്ക് T0 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ പറഞ്ഞിരിക്കുന്ന ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും വർക്കിംഗ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും എല്ലാം T0യിലാണ്. കാരണം തുടങ്ങുമ്പോഴേ നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യണം. ആ തുടങ്ങുന്ന ടൈമാണ് 0 ടൈം എന്ന് പറയുന്നത്. ആ 0 ടൈമിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടേമാണ് T0 എന്ന് പറയുന്നത്. 0 ടൈമിൽ നിന്ന് തുടങ്ങി 1 വർഷം ആയി കഴിഞ്ഞാൽ അത് T ഉണ്ടെന്ന് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പൊ അതുപോലെ ഇവിടെ തേർഡ് ഇയറിലാണ് നമുക്ക് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ വേണ്ടത്. അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ തേർഡ് ഇയറിലായതുകൊണ്ട് ഞാൻ T3 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തു. ഇനി വേണ്ടതെന്ന് പറയുന്നത് 100 lakhs ആണ്. ഓക്കെ, ഞാൻ ഈ 100 lakh rupeesനെ T0 ടൈംസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 100 lakhs ആണ്. പക്ഷേ ഇന്ന് 100 lakhs വാല്യൂ ഉള്ള റുപ്പീസ് ഞാൻ ഒരു 3 years കഴിഞ്ഞിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അത്രയും വാല്യൂ വരത്തില്ല. നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ PV ഫാക്ടർ വെച്ചിട്ട് ഇൻഡു വെച്ച് അതിന്റെ ടൈം വാല്യൂ ഓഫ് മണിയിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം നമുക്കിവിടെ 15% ആണ് PV അറ്റ് 15% ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് PV ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ഇക്വേഷൻ ഞാൻ പറഞ്ഞായിരുന്നു. നമുക്ക് ബൈ യൂസിങ് എ കാൽക്കുലേറ്റർ ചെറിയൊരു ടെക്നിക്കൽ നമുക്കത് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇയറിൽ എന്ന് പറയുന്നത് 1 divided by 1.15 that is 0.869. സെക്കൻഡ് ഇയറിൽ എന്ന് പറയുന്നത് 2 തവണ ഇൻറ്റു ഈക്വൽ ടു ദെൻ 0.756. തേർഡ് ഇയറിൽ എന്ന് പറയുന്നത് അഗൈൻ ഈക്വൽ ടു 0.657. അപ്പോൾ തേർഡ് ഇയറിലെ PV വാല്യൂ എന്ന് പറയുന്നത് 0.657 ആണ്. നമുക്ക് റൗണ്ട് ചെയ്ത് വേണമെങ്കിൽ എഴുതാം, ഇല്ലെന്നുണ്ടെങ്കിൽ 0.657 എന്നിട്ട് തന്നെ ഫുൾ എമൗണ്ടിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ 100 ഇൻറ്റു 0.657 എന്ന് പറയുമ്പോൾ 65,07 എന്നുള്ളൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ നമുക്ക് എടുക്കാം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഓക്കെ, അത് നമുക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 815.7 lakhs ആണ് നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ അഗൈൻ നമുക്ക് T0 ടൈംസിൽ നമുക്ക് 100 lakhs ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ദെൻ തുടക്കത്തിൽ തന്നെ 150 lakhs വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ 750 lakhs ഇൻവെസ്റ്റ്മെന്റ് ഓൺ ക്യാപിറ്റൽ ഉണ്ട്. ദെൻ അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ നമുക്ക് ഫ്രം ദ എൻഡ് ഓഫ് ദ തേർഡ് ഇയർ നമുക്ക് വേണം. അപ്പൊ T3 നമുക്ക് അത് ഇൻഡിക്കേറ്റ് ചെയ്യാം. അപ്പം നമ്മൾ 15% ആണ് അവിടുത്തെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിലെ തേർഡ് ഇയറിലെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്തു. തേർഡ് ഇയറിലെ വാല്യൂ എന്ന് പറയുന്നത് 0.657 എന്നാണ് എനിക്ക് കിട്ടിയത്. അത് വെച്ചിട്ട് ഞാൻ പ്രസന്റ് വാല്യൂ ഓഫ് അഡീഷണൽ വർക്കിംഗ് ക്യാപിറ്റൽ ചെയ്തു. 100 lakhs ഇൻറ്റു 0.675 ദാറ്റ് ഈസ് 65.7 lakhs. അങ്ങനെ ടോട്ടൽ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 815.7 lakhs എന്ന് കിട്ടി. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, present value of cash inflow അല്ലെങ്കിൽ ക്യാഷ് ഫ്ലോ. ഓക്കെ, നമുക്കത് കണ്ടുപിടിക്കണം. തേർഡ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യേണ്ടത് കപ്പാസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് ശരിക്കും അവിടെ ഇൻഫ്ലോ കണ്ടുപിടിക്കണം. ഇവിടെ ഇൻഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഓർക്കേണ്ടത്? ഇവിടെ പ്രൊഡക്ഷൻ ഓറിയന്റഡ് ആയിട്ടുള്ള ഡിസിഷൻ ആണ്. പ്രൊഡക്ഷൻ നടത്തി സെയിൽ ചെയ്യണം. സെല്ലിംഗ് പ്രൈസ് വന്നിട്ടുണ്ട്. സെയിലിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ആണ് നമുക്ക് ഇവിടെ എടുക്കേണ്ടത്. അപ്പൊ ആ ബേസിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു 6 ഇയറിലെയും ടോട്ടൽ ക്യാഷ് ഇൻഫ്ലോ നമുക്ക് ഇവിടെ എടുക്കാം. Year 1, Year 2, Year 3, Year 4, Year 5, Year 6. ഓക്കെ, 6 yearsലെ ക്യാഷ് ഇൻഫ്ലോ ആണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യുന്നത്.
Then production in units. $12 lakh ആണ് നമുക്കിവിടെ മൊത്തം ഒരു ഇപ്പൊ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന മെഷീന്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 12 lakh ആണ്. 12 lakh യൂണിറ്റ് ആണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ ആദ്യത്തെ വർഷത്തിൽ എന്ന് പറയുന്നത് 33.33% യൂട്ടിലൈസേഷൻ ഉള്ളു. അപ്പൊ ഇൻറ്റു 33.33%, അതായത് അവിടെ 400 എന്ന് വരും. 400 അല്ലെങ്കിൽ 4 lakh എന്ന് വരും. 400 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് 0 ഒരു 2 സീറോസ് അവോയ്ഡ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ചെയ്യുന്നതാണ്. അപ്പൊ ഞാനിവിടെ ഫുൾ ഡിജിറ്റലിട്ട് ചെയ്യാം, കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, 4 lakh ആണ് അടുത്ത ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അത് സെക്കൻഡ് ഇയറിലാവുമ്പോ 66.66 ആണ് അതിന്റെ ഇൻവെസ്റ്റ്മെന്റ്. ദാറ്റ് ഈസ് 8 lakh ആണ്. ഇൻ യൂണിറ്റ്സിലാണ് ഞാൻ ചെയ്യുന്നത് പ്രൊഡക്ഷൻ കംപ്ലീറ്റ്. ദെൻ തേർഡ് ഇയറിലാവുമ്പോ തേർഡ് ഇയറിന്റെ ഇഷ്യൂ എന്ന് പറയുന്നത്, തേർഡ് ഇയറിൽ അവര് യൂട്ടിലൈസ് ചെയ്യുന്ന കപ്പാസിറ്റി എന്ന് പറയുന്നത് 90% ആണ്. അപ്പൊ 12 lakhന്റെ 90% എന്ന് പറയുമ്പോൾ 10,80,000 വരും. 10,80,000. Then fourth year to sixth year, that is fourth year, fifth year, sixth year അവർ 100% കപ്പാസിറ്റി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. 100% കപ്പാസിറ്റി മീൻസ് 12 lakh ആണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് അവിടുത്തെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി. ദെൻ സെയിൽസ് ഇൻ വാല്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് സെയിൽസ് ഇൻ വാല്യൂ കാണാം. സെയിൽസ് ഇൻ വാല്യൂ കാണേണ്ടത് സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 200 rupees ആണ്. ഇവിടെ ഓരോ ഇയറിലുമുള്ള കപ്പാസിറ്റി ഇൻ പ്രൊഡക്ഷൻ തന്നിട്ട് ഞാൻ കമ്പ്യൂട്ട് ചെയ്ത് കാണിച്ചു. 4 lakh, 8 lakh, 10,80,000, 12 lakh, 12 lakh, 12 lakh. അങ്ങനെയാണ് 60 yearsൽ ഇതിന്റെ പ്രൊഡക്ഷൻ ഇൻ യൂണിറ്റ് പോകുന്നത്. നമുക്കിനി സെയിൽസ് കാണാം. സെയിൽസ് നമുക്കിനി അങ്ങോട്ടെല്ലാം ഈ ലാക്സിൽ ചെയ്യുന്നതാണ് നല്ലത്. അപ്പൊ നമുക്ക് എങ്ങനെ അതിന്റെ കമ്പ്യൂട്ടേഷൻ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഇയറിൽ 4 lakh യൂണിറ്റ് ആണ് അതിന്റെ പ്രൊഡക്ഷൻ വരുന്നത്, ഇൻറ്റു ₹200. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ചെയ്യുന്നതിനെ ചെയ്ത് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് 8 CR ആണ്. ഡിവൈഡഡ് ബൈ 1 lakh ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ഫിഗറിൽ കിട്ടും. അപ്പോൾ ഡിവൈഡഡ് ബൈ 1 lakh ചെയ്യുമ്പോൾ 800 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ 800 lakhs എന്നാണ് ഞാനിവിടെ ചെയ്തത്. ഞാനിവിടെ എഴുതി 800 lakhs. ഇൻ ലാക്സിലാണ് ഞാനിത് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. ഇൻ lakhs. Then second yearലെ കേസ് 8 lakh into 200 divided by 1 lakh. That is equal to 1,600 lakhs. Third yearൽ 10,80,000 into 200 divided by 1 lakh. That is equal to 2,160 lakhs. 2,160 lakhs. Then from 4th year to 6th year, 12 lakh into 200 divided by 1 lakh. ഈ ഡിവൈഡഡ് ബൈ 1 lakh ചെയ്യുന്നത് നമുക്ക് ചെറിയ ഡിജിറ്റിലോട്ടുള്ള ഇതിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിവിടെ റീഡ് ചെയ്യുന്നതല്ല 800 lakhs, 1,600 lakhs, 2,160 lakhs എന്ന് വേണം നമ്മൾ റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. 1,20,000 into 200 divided by 1 lakh equal to 2,400 lakhs. 2,400 lakhs, 2,400
lakhs. Okay. Then ഇനി നമുക്ക് ചെയ്യേണ്ടത് കോൺട്രിബ്യൂഷൻ. ഇവിടെ കോൺട്രിബ്യൂഷൻ റേഷ്യോ അല്ലെങ്കിൽ PV റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ റേഷ്യോ എന്ന് പറഞ്ഞ് തന്നിരിക്കുന്നത് 40% ആണ്. കോൺട്രിബ്യൂഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ റേഷ്യോ 40% ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ദാറ്റ് ഈസ് ഈക്വൽ ടു 40%. ഇതാണ് കോൺട്രിബ്യൂഷൻ റേഷ്യോ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിൽസിന്റെ 40% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺട്രിബ്യൂഷൻ കിട്ടും. 800 into 40% that is 320 lakhs ആണ്. അത് 320 lakhs ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 1600 into 40% that is 640 lakhs. Then 2160 into 40% that is 864 lakhs. Then 2400 into 40% that is 960 lakhs. Again 960 lakhs. അതായത് 4th year 5th year 6th year സെയിൽസ് എല്ലാം സെയിം ആണ്. അതുകൊണ്ടാണ്. ദെൻ ഇനി നമുക്ക് വരുന്നത്, നമുക്ക് ശരിക്കും ഇവിടെ കണ്ടുപിടിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഫിറ്റിലോട്ടാണ് പോകേണ്ടത്. നമുക്ക് സെയിൽസ് ഉണ്ട്, കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഈ കോൺട്രിബ്യൂഷനിൽ നിന്ന് പ്രോഫിറ്റിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കളയണം. ഫിക്സഡ് കോസ്റ്റ് ഫിക്സഡ് കോസ്റ്റ് തന്നിട്ടുണ്ട്. കോസ്റ്റിൽ തന്നിരിക്കുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇയറിൽ 240 lakhs ആണ്, സെക്കൻഡ് ഇയറിൽ 360 lakhs ആണ്. ദെൻ തേർഡ് ഇയറിൽ അത് വരുമ്പോൾ ഫ്രം തേർഡ് ഇയർ ഓൺവേർഡ്സ് 480 lakhs ആണ് ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് എക്സ്ക്ലൂഡിംഗ് ഡിപ്രീസിയേഷൻ എന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. നമുക്ക് അതുകൊണ്ട് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ എടുക്കണം. ഡിപ്രീസിയേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 33.333% ആണ് ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഡിപ്രീസിയേഷൻ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാം. ഡിപ്രീസിയേഷൻ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഡിപ്രീസിയേഷന് ഞാൻ താഴെ ഒരു വർക്കിംഗ് നോട്ട് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. ഫസ്റ്റ് ഇയറിലെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് നമുക്കിവിടെ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് 600 lakhന്റെ ഫിക്സഡ് അസറ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന്റെ 33.33% ആണ് നമുക്ക് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ 600 lakhs into 33.33% that is 200 lakhs will be the first year depreciation. Then second year 600 minus 200 lakhs അതാണ് അതിന്റെ സെക്കൻഡ് ഇയർ ഓപ്പണിംഗിലെ WDV എന്ന് പറയുന്നത്. 400 lakhs ആണ്. 400 lakhs into 33.33% divided by 100. Then 400 into 33.33% that is 133 lakhs. 133 lakhs. ഇനി നമുക്ക് തേർഡ് ഇയറിൽ വരുന്നത് 400 minus 133 lakhs minus 400 minus 133 that is 267 into 33.33 into 33.33% that is 89 lakhs. (267 minus 89) fourth year 267 minus 89 that is 178 into 33.33% that is into 33.33% 59 lakhs. 178 minus 59 fifth year opening 119 ആണ്. അതിന്റെ 33.33% നോക്കുമ്പോൾ 40 lakhs എന്ന് വരും. 40 lakhs. Then again sixth year 119 minus 40 lakhs നോക്കുമ്പോൾ 79 എന്ന് വരും. ആ 79ന്റെ 33.33% ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ 20 into 33.33 divided by 100. Then other 79 into 33.33% that is 26 lakhs. 26 lakhs വരും. അപ്പം ഈ ഒരു ആഫ്റ്റർ 6 years
അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 79 minus 26. 79 minus 26, that is 53 lakhs ആണ്. നമ്മൾ 600 റുപ്പീസിന് 600 ലാക്സിന് നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്ന അസറ്റ് ആഫ്റ്റർ 6 years WDV എന്ന് പറയുന്നത്, അതായത് റിട്ടേൺ ഓൺ വാല്യൂ എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് PBT ചെയ്യാം. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് PBT. ഓക്കെ, കോൺട്രിബ്യൂഷൻ ഉണ്ട്. കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറയ്ക്കാൻ എന്താ ചെയ്യേണ്ടത്? കോൺട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് പ്രോഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് കളയണം. സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. വേരിയബിൾ കോസ്റ്റ് കോൺട്രിബ്യൂഷനിൽ നമ്മൾ അഗെയിൻ ഫിക്സഡ് കോസ്റ്റ് ലെസ് ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പൊ 320 ആണ് ഇവിടെ നമുക്ക് കിടക്കുന്ന കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. 320 റുപ്പീസ് നമുക്ക് കോൺട്രിബ്യൂഷൻ ഉണ്ട്. അതിൽ നിന്ന് 240 ഫിക്സഡ് കോസ്റ്റും അഗെയിൻ ഒരു 200 ഫിക്സഡ് കോസ്റ്റ് കൂടെ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 120 ലോസ് ആണ്. ഓക്കെ, 120 ലോസ് ആണ്. ദെൻ 640 കോൺട്രിബ്യൂഷൻ ഉണ്ട് സെക്കൻഡ് ഇയറിൽ. 360 ആണ് ഫിക്സഡ് കോസ്റ്റ്. അഗെയിൻ 133 ഡിപ്രീസിയേഷൻ. 147 lakhs വിൽ ബി പ്രോഫിറ്റ്. പോസിറ്റീവ് ഫിഗർ ആണ്. ദെൻ നമുക്ക് 860 ഫോർ തേർഡ് ഇയറിൽ കോൺട്രിബ്യൂഷൻ 480 ലെസ് ചെയ്യണം. ദെൻ അഗെയിൻ 89 ലെസ് ചെയ്യണം. അപ്പോൾ 295 ആണ് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എന്ന് പറയുന്നത്. ദെൻ 960 ഫോർത്ത് ഇയറിൽ 960 ആണ് പ്രോഫിറ്റ് കോൺട്രിബ്യൂഷൻ. മൈനസ് 480 മൈനസ് 59 ദെൻ 421. ദെൻ 960 മൈനസ് 480 മൈനസ് 40, ദാറ്റ് ഈസ് 440. 960 minus 480 minus 26, that is 454 is the profit here. നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, കറക്റ്റ് ആണ്. 440 421. ദെൻ നമുക്ക് ഇവിടെ വേണ്ടത് ടാക്സ് എലമെന്റ്. നമുക്ക് ഇത് കമ്പ്യൂട്ട് ചെയ്യണം. ഇതിന്റെ ടാക്സ് എലമെന്റ് എന്ന് പറയുന്നത് ഇവിടെ 50% ആണ് നമ്മൾ ഈ പറയുന്ന ടാക്സ് എന്ന് പറയുന്നത്. അപ്പൊ 120യുടെ ടാക്സ് ലോസ് ആണ്. ലോസ് പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാകുമ്പോൾ അത് ടാക്സ് എക്സ്പെൻസസ് ആണ്. പക്ഷെ ലോസിന്റെ ടാക്സ് നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് ടാക്സ് സേവിങ്സ് ആണ്. ഓക്കെ, അപ്പോൾ 120യുടെ ടാക്സ് സേവിങ്സ് എന്ന് പറയുന്നത് 50%ലാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് 60 lakhs ടാക്സ് സേവിങ്സ് ആണ്. 147ന്റെ 50% എന്ന് പറയുമ്പോൾ അത് 74 lakh ആണ്. അത് ടാക്സ് എക്സ്പെൻസസ് ആണ്. 295ന്റെ 50% എന്ന് പറയുന്നത് 148 ആണ്. ദെൻ 421ന്റെ 50% എന്ന് പറയുന്നത് 210 ആണ്. 210.5 എന്ന് വരും. 210.5 ആണ് കറക്റ്റ്. ഓക്കെ, ഇവിടെ 148.5 ആണ് കറക്റ്റ്. 148.5 ആണ് കറക്റ്റ്. ദെൻ നമുക്കൊന്ന് അല്ലാതെ കമ്പ്യൂട്ട് ചെയ്യാം. 50% ആണ് ടാക്സ് പെർസെൻറ്റേജ് എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ പോർഷൻ the rate of income tax may be taken at 50% എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. നമുക്ക് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 120ന്റെ 50% 60, 147ന്റെ 50% 73.5. നമുക്ക് എക്സാക്ട് ഫിഗേഴ്സ് എടുക്കാം. 73.5 കാരണം നമ്മൾ ലാക്സിലാണ് ചെയ്തേക്കുന്നത്. ഈവൻ ഒരു 0.5 നമ്മളെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഡിഫറൻസ് ആണ് അവിടെ ഉണ്ടാക്കുന്നത്. അത് അവർ എടുത്തേക്കുന്നത് ചെറിയൊരു ഇഷ്യൂ ആണ്. ദെൻ 295 into 0.5, that is 147.5. 421 into 0.5, that is 210.5. ഓക്കെ, കറക്റ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ. 440ന്റെ 50% എന്ന് പറയുന്നത് 220 ആണ്. ദെൻ 454ന്റെ 0.5 എന്ന് പറയുന്നത് 227 ആണ് ടാക്സ്. അപ്പൊ പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ നമ്മൾ ടാക്സ് എലമെന്റ് കുറയ്ക്കുമ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഓക്കെ, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഈ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് സെയിം ആണ്. പ്രോഫിറ്റ് ബിഫോർ ടാക്സിൽ ടാക്സ് കുറയ്ക്കുമ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 60, then again 73.5, 147.5, 210.5, 220, 227 പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. ഇത് നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് ഇവിടെ ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യണം. ഇമ്പോർട്ടൻ്റ് ആണ്, ശ്രദ്ധിക്കണം.
CIAT എന്നുള്ള സാധനം. CIAT ഡിപ്രീസിയേഷൻ്റെ വർക്കിനോട് ഞാൻ റബ്ബ് ചെയ്യണം. പക്ഷേ ഒരു ആഫ്റ്റർ 6 years അസറ്റിന്റെ വാല്യൂ എന്ന് പറഞ്ഞ ഒരു 53 lakh നമ്മൾ ഡിപ്രീസിയേഷൻ ടെസ്റ്റ് ചെയ്ത് WDV കണ്ടുപിടിച്ചു. അത് നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ചേക്കണം. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക, CIAT എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ്. പക്ഷേ ഈ ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് അതിനൊരു ഇക്വേഷൻ ഉണ്ട്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് നോൺ ക്യാഷ് എക്സ്പെൻസസ്. നോൺ ക്യാഷ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പൊ ഇവിടെ നോൺ ക്യാഷ് എക്സ്പെൻസസ് നമുക്ക് ഇവിടെ ഒരു ഡിപ്രീസിയേഷൻ ഉണ്ട്. ഈ ഡിപ്രീസിയേഷൻ കൂടെ നമ്മൾ എടുക്കുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഡിപ്രീസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് ഔട്ട്ഫ്ലോ ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് അല്ല, അതൊരു നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്. നമ്മൾ ടാക്സ് ബെനിഫിറ്റ് വേണ്ടിയിട്ട് ഇങ്ങനെ അസറ്റ് പർച്ചേസ് ചെയ്തതിന്റെ വാല്യൂ ഓരോ വർഷം ഇത്ര പെർസെന്റേജ് എഴുതി കുറയ്ക്കുകയാണ്. അത് നോൺ ക്യാഷ് എക്സ്പെൻസ് ആണ്, കയ്യിൽ നിന്ന് ക്യാഷ് പുറത്തോട്ട് പോകത്തില്ല. നമ്മളിവിടെ എന്താ എടുക്കുന്നത്, ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ്. അപ്പൊ ടാക്സും കൊടുത്തതിന് ശേഷം നമ്മൾ ഡിപ്രീസിയേഷൻ കൂടെ ആഡ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ്. ആ CIAT-ന്റെ ഇക്വേഷനാണ് ഞാനിവിടെ എഴുതിയത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് പ്ലസ് നോൺ ക്യാഷ് എക്സ്പെൻസസ്. ഇവിടെ നോർമലി എപ്പോഴും നോൺ ക്യാഷ് എക്സ്പെൻസ് നമുക്ക് പറയാൻ കിട്ടുന്ന ഒരേ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആയിരിക്കും. ക്യാപിറ്റൽ ബഡ്ജറ്റിൽ ഉറപ്പായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണും. അപ്പൊ എന്താ ചെയ്യുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സും ഈ ഡിപ്രീസിയേഷനും ഇവിടെ കൂട്ടി എഴുതുക. ഇവിടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് 200-ഉം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറയുന്നത് -60 ആണ്, ലോസ് ആണ്. ഓക്കെ, അത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് പ്ലസ് 140 എന്ന് കിട്ടും. ദെൻ 133-യും 133 ആയ ഡിപ്രീസിയേഷനും പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയ 73.5 കൂടെ എടുക്കുമ്പോൾ 206.5 എന്ന് കിട്ടും. ദെൻ 89-ഉം 147.5 കൂടെ എടുക്കുമ്പോൾ നമുക്ക് 236.5 എന്ന് കിട്ടും. ദെൻ 59-ഉം 210.5 കൂടെ ആഡ് ചെയ്യുമ്പോൾ 269.5 എന്ന് കിട്ടും. 220-യും 40-യും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 260 എന്ന് കിട്ടും. 227-ഉം 26-ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 253 എന്ന് കിട്ടും. ഇതാണ് ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ്. ഓക്കെ, നമുക്ക് എന്താണ് ഈ സ്റ്റെപ്പിൽ ഫസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്? സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആണ്. നമ്മളിവിടെ ക്യാഷ് ഇൻഫ്ലോ കമ്പ്യൂട്ട് ചെയ്തു. ഇനി പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഇൻഫ്ലോ പ്രസന്റ് വാല്യൂ PV ഫാക്ടർ ഉണ്ടെങ്കിൽ ഇൻഡ്യൂ ചെയ്ത് ടോട്ടൽ എടുക്കുമ്പോൾ നമുക്ക് എന്തായി, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആയി. അപ്പോൾ PV at 15%, ഇവിടെ 15% ആണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലോ എക്സ്പെക്ടഡ് റിട്ടേൺ എന്ന് പറയുന്നത്. നമുക്ക് അതിന്റെ PV ഫാക്ടർ എടുത്ത് എഴുതാം. ഇതിന്റെ PV ഫാക്ടർ നമുക്ക് കണ്ടുപിടിക്കാൻ ഞാൻ സിമ്പിൾ ഇക്വേഷൻ പറഞ്ഞു, ഇക്വേഷൻ അല്ല സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞിട്ടുണ്ട്. കാൽക്കുലേറ്റർ എടുക്കുക, 15% ആണെന്നുണ്ടെങ്കിൽ 1/1.15% എന്ന് ടൈപ്പ് ചെയ്യാം. 1/1.15 എന്ന് ടൈപ്പ് ചെയ്യാം. ഒറ്റ തവണ ഈക്വൽ ടു അടിക്കുമ്പോൾ ഫസ്റ്റ് കിട്ടുന്ന ഫസ്റ്റ് ഇയറിലെ PV ആണ് 0.869. ഓക്കെ, ദെൻ 2 തവണ ഇൻറ്റു പ്രസ് ചെയ്യുക, ഈക്വൽ ടു അടിക്കുക. ഈക്വൽ ടു അടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.756, again equal to 0.657, again equal to 0.572, again equal to 0.497, again equal to 0.432. ഇനി നമുക്ക് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എടുക്കാം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ PV ഫാക്ടർ ഇൻറ്റു CIAT, ക്യാഷ് ഇൻഫ്ലോ ആഫ്റ്റർ ടാക്സ് ആണ്. ഇത് രണ്ടും കൂടെ ഇൻറ്റു ചെയ്ത് അപ്പുറത്ത് എഴുതുക. ഓക്കെ, ദെൻ 140 into 0.869, that is 121.66. Then 206.5 into 0.57756, that is 156.114. 236.5
into 0.657, that is 155.3805. Then 269.5 into 0.572, that is 154.154. Then 260 into 0.497, that is 129.22. 253 into 0.432, that is 109.296. നമുക്ക് ഇതിന്റെ ഒരു സം എടുത്ത് നോക്കാം. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയുടെ ടോട്ടൽ ആണ് നമുക്ക് വേണ്ടത്. 121.66 പ്ലസ് 156.114 പ്ലസ് 154.154 പ്ലസ് 129.22 പ്ലസ് 109.296. നമുക്ക് ഈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ടോട്ടൽ കോളം നമുക്കൊന്ന് ടോട്ടൽ ചെയ്യാം. 121.66 പ്ലസ് 156.114 പ്ലസ് 155.3805 പ്ലസ് 154.154 പ്ലസ് 129.22 പ്ലസ് 109.296. ഓക്കെ, ദെൻ ഇതിന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 825.8245 എന്നാണ് എനിക്ക് കിട്ടിയ ആൻസർ. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ തമ്മിൽ ആൻസർ തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. അതിന്റെ കാര്യം എന്ന് പറയുന്നത് ആ ഒരു റൗണ്ടഡ് ഓഫ് ഫിഗേഴ്സിലൊക്കെ എടുത്ത ഒരു വ്യത്യാസമാണ്. എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഈ 0.82 ഒരു ചെറിയ വ്യത്യാസം, അതായത് ഈ ലാക്സിലാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വലിയ വ്യത്യാസം ഉണ്ടാവും. സോ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്ന സെക്കൻഡ് സ്റ്റെപ്പ് ഇതാണ് എൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് തേർഡ് സ്റ്റെപ്പിലോട്ട് പോവാം. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 53 lakh വാല്യൂ ഞാനിവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ 53 lakhs എന്താന്ന് നിങ്ങൾക്ക് അറിയാം. നമ്മൾ അസറ്റിന്റെ ഡിപ്രീസിയേഷൻ കുറച്ചതിന് ശേഷം 6 വർഷം കഴിഞ്ഞ് 7ാമത്തെ വർഷം ഓപ്പണിംഗിൽ WDV ഉള്ളതാണ്. ഇല്ലെങ്കിൽ 6th ഇയർ ക്ലോസിംഗ് ഡേറ്റിൽ WDV വാല്യൂ ആണ്. അതവിടെ കിടക്കട്ടെ, നമുക്കത് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവിടെ എഴുതിയിട്ടത്. ദെൻ നമുക്ക് സ്റ്റെപ്പ് 3. സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ടെർമിനൽ ക്യാഷ് പ്രസന്റ് വാല്യൂ ഓഫ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ ആണ്. ഓക്കെ, ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ ചെയ്യാം. നമുക്ക് ഇവിടെ അസറ്റിന്റെ സാൽവേജ് വാല്യൂ പറഞ്ഞിട്ടുണ്ട്. സാൽവേജ് വാല്യൂ ഓഫ് അസറ്റ് എന്ന് പറയുന്നത് 10% ആണ്. ഓക്കെ, ഇവിടെ 600 lakhs വെച്ചിട്ടാണ് ഇവിടെ അസറ്റ് പർച്ചേസ് ചെയ്യുന്നത്. അതിന്റെ 10% ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സാൽവേജ് വാല്യൂ. ആഫ്റ്റർ 6 years നമുക്ക് സാൽവേജ് കിട്ടുന്നത്, അതായത് 60 lakhs ആണ് നമുക്ക് കിട്ടുന്ന സാൽവേജ് വാല്യൂ. ഓക്കെ ആണ്. പക്ഷെ നമുക്കിവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്കിവിടെ ഒരു പ്രോഫിറ്റ് ഉണ്ട്. ആ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 53 lakh rupees ആണ് ശരിക്കും നമ്മൾ WDV വെച്ചിട്ട് നമ്മൾ അസറ്റിന്റെ വാല്യൂ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ 53 lakh rupees വാല്യൂ ഉള്ളത് 60 lakh rupees നമുക്ക് എന്ത് കിട്ടും, സ്ക്രാപ്പ് വാല്യൂ കിട്ടും. എഗെയിൻ അവിടെ ഒരു 7 lakhs പ്രോഫിറ്റ് ഉണ്ട്. ക്ലിയർ ആണ്. അപ്പൊ ആ പ്രോഫിറ്റ് നമ്മൾ അവിടെ ട്രീറ്റ് ചെയ്യണം. ആ പ്രോഫിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഓൺ fixed asset equal to 60 lakhs minus 53 lakhs, that is equal to 7 lakhs profit ആണ്. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. നമുക്കൊരു ഇൻകം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. അതേപോലെ ഈ 7 lakh പ്രോഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അതിന് ഒരു 50% ഇൻകം ടാക്സ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഇൻകം ടാക്സും പോയിട്ട് ബാക്കി നമുക്കിവിടെ എടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ഒരു 7 lakh rupees ചെയ്തുണ്ട്, പ്രോഫിറ്റ് ഉണ്ട്. ഈ പ്രോഫിറ്റിന് നമ്മൾ ഇൻകം ആണ്, ഇൻകത്തിന് നമ്മൾ ടാക്സ് കൊടുക്കണം. അപ്പം 7 lakhsന്റെ 50% ഇൻകം ടാക്സ് കൊടുക്കണം. ഓക്കെ, അപ്പൊ 7 lakhന്റെ 50% എന്ന് പറയുമ്പോൾ 3.5 lakhs ആണ് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത്. അപ്പൊ അത് ഈ 60 അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ബാക്കി നമുക്ക് ഇൻഫ്ലോ ശരിക്കും ഉള്ളത് എത്രയേ ഉള്ളൂ, ഒരു 56.5
ലാക്സേ നമുക്ക് അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് ഉള്ളൂ. സ്ക്രാപ്പ് വാല്യൂ നമുക്ക് 60 ലാക്ക് കിട്ടും, പക്ഷെ അതിന്റെ WDV 53 ലക്ഷമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഡിഫറൻസ് 7 ലക്ഷം രൂപ നമുക്ക് അഡീഷണൽ പ്രോഫിറ്റ് ആണ്. ഈ പ്രോഫിറ്റ് കിട്ടുന്നത് ഇൻകം ആണ്, അതുകൊണ്ട് ഇൻകത്തിന് ഇൻകം ടാക്സ് കൊടുക്കണം. അതിന്റെ 50% ഇൻകം ടാക്സ് കൊടുക്കുമ്പോൾ 3.5 ലാക്സ് നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. കിട്ടിയ 6 ലാക്കിൽ നിന്ന് 3.5 ലാക്സ് ടാക്സ് കൂടെ കുറയ്ക്കുമ്പോൾ 56.5 ലാക്കേ നമുക്ക് ഇവിടെ ഒരു ഇൻഫ്ലോ ഉണ്ടാവുന്നുള്ളൂ. പിന്നെ സേവിങ്സ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് ആദ്യത്തെ വർഷം ഒരു മുതൽ നമുക്ക് ഓരോ വർഷവും 100 ലക്ഷം രൂപ, അതായത് 100 lakh rupees വർക്കിംഗ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. തേർഡ് ഇയർ മുതൽ അഡീഷണൽ നമുക്കൊരു 150 lakh വർക്കിംഗ് ക്യാപിറ്റലിന്റെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ പ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഓരോ വർഷവും വേണ്ടതാണ്. പെർ ഇയർ 100 lakhs വർക്കിംഗ് ക്യാപിറ്റൽ. ദെൻ ഫ്രം ദ തേർഡ് ഇയർ എൻഡ് ഓൺവേർഡ്സ് 150 lakh വർക്കിംഗ് ക്യാപിറ്റൽ. അങ്ങനെ ടോട്ടൽ പെർ ഇയറിൽ നമുക്കൊരു 250 lakhsന്റെ വർക്കിംഗ് ക്യാപിറ്റൽ സേവിങ്സ് ഉണ്ട്. ഓക്കെ, നമ്മൾ പ്രൊഡക്ഷൻ 6 ഇയർ കഴിഞ്ഞ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രാപ്പ് വാല്യൂ 60 ലാക്ക് കിട്ടും. അതിൽ നമുക്കൊരു 7 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉള്ളതിന്റെ ഒരു 50% 3.5 ലാക്ക് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് കൊടുക്കണം. ബാക്കി 56.5 ലാക്കാണ് നമ്മുടെ കൈവശം ഉള്ളത്. പിന്നെ നമുക്ക് ഓരോ വർഷവും നമുക്ക് വർക്കിംഗ് ക്യാപിറ്റൽ ആയിക്കൊണ്ടിരുന്നു, അതൊരു വലിയ കോസ്റ്റ് ആയിരുന്നു. അങ്ങനെ ഒരു 250 ലാക്ക് പെർ ഇയർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്കിംഗ് ക്യാപിറ്റൽ സേവിങ്സ് ഉണ്ട്. അങ്ങനെ ടോട്ടൽ ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 306.5 ലാക്സ് റുപ്പീസ് നമുക്ക് തേർഡ് സ്റ്റെപ്പിൽ എന്ത് കിട്ടും, ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ കിട്ടും. ഓക്കെ, ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ 306.5 എന്ന് കിട്ടി. ഇതെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു 250ന്റെ ഒരു സേവിങ്സ് നമുക്ക് വരുന്നത് 250ന്റെ സേവിങ്സും ഈ 56.5 സേവിങ്സും വരുന്നത് നമുക്ക് ആഫ്റ്റർ 6 ഇയേഴ്സ് ആണ്. ഓക്കെ, ഈ 6 ഇയേഴ്സ് നമുക്ക് കണ്ടിന്യൂസ്ലി ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് പ്രൊഡക്ഷൻ നടത്തി സെയിൽ നടത്തി ഇതിന്റെ ഒരു സ്ക്രാപ്പ് വാല്യൂവിന്റെ റേഞ്ച് വരെ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞിരിക്കുന്ന 306.5 എന്ന് പറയുന്ന നമുക്ക് ഒരു സേവിങ്സ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രസന്റ് വാല്യൂ കാണണം. ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്. നമുക്ക് വേണ്ടത് പ്രസന്റ് വാല്യൂ ഓഫ് ടെർമിനൽ ക്യാഷ് ഫ്ലോ ഇൻഫ്ലോ ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ കണ്ടിന്യൂഷൻ ഞാൻ ഇപ്പത്തോട്ട് ചെയ്യുന്നു. പ്രസന്റ് വാല്യൂ ഓഫ് ടെർമിനൽ ക്യാഷ് ഇൻഫ്ലോ. ഓക്കെ, പ്രസന്റ് വാല്യൂ കാണുമ്പോൾ ഇവിടെ 15% ആണ് എക്സ്പെക്ടഡ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇതിന്റെ 60th ഇയറിലെ PV ഫാക്ടർ കാണണം. 1/1.15 ദി ഹോൾ റൈസ് ടു 6 ആണ് ചെയ്യേണ്ടത്. ഇത് കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ടൊരു മാനർ ഉണ്ട്. 1/1.15 ചെയ്യാം. ഫസ്റ്റ് ഇയറിൽ കിട്ടി, 2 തവണ ഇൻറ്റു ഈക്വൽ സെക്കൻഡ് ഇയർ ആയി, തേർഡ് ഇയർ ആയി, ഫോർത്ത് ഇയർ ആയി, ഫിഫ്ത് ഇയർ ആയി, സിക്സ്ത് ഇയർ ആയി. 0.432 എന്ന് പറയുന്നതാണ് നമുക്ക് ഇതിന്റെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, കറക്റ്റ് ആണ്. 0.432. ദെൻ അഗെയിൻ നമുക്ക് അതിന് ഇൻറ്റു വേണം. 306.5 ഇൻറ്റു 0.432. 306.5 into 306.5 into 0.432. That is 1,32,408. ഇന്നത്തെ 306.5 ലക്ഷം രൂപയ്ക്ക് 6 വർഷം കഴിഞ്ഞപ്പോൾ 132.408 ലക്ഷം രൂപയുടെ വാല്യൂ ആണ് ഉള്ളത്. അതാണ് നമ്മളിവിടെ കമ്പ്യൂട്ട് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഫോർത്ത് സ്റ്റെപ്പാണ്. ഫോർത്ത് സ്റ്റെപ്പ് ചെയ്യാനുള്ള സ്ഥലമില്ല, ഇവിടെ ചെയ്യാം. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ ആണ്. നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കേണ്ടത് സ്റ്റെപ്പ് 4 നെറ്റ് പ്രസന്റ് വാല്യൂ ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് inflow minus present value of outflow. Okay, that is step 2 plus step 3 minus step 1. step 2 ന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 825.8245 പ്ലസ് സ്റ്റെപ്പ് 3 ന്റെ പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്
132.408 the whole minus നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് 815.51 lakhs. ഇത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നോക്കിയാൽ മതി. 825.8245 plus 132.408 minus 815.71. That is equal to 142.522 lakhs. It is a positive figure. So at present value of decision equal to acceptable one because net present value is positive one. ഓക്കെ, ഇതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. കഴിഞ്ഞു.